30 വർഷം മുമ്പ് കേരളത്തെ പിടിച്ചുകുലുക്കിയ ശിവഗിരിയിലെ പോലീസ് തേർവാഴ്ച വീണ്ടും സജീവ ചർച്ചയാകുന്നു. ഒപ്പം എം.എസ്. മണി എഴുതിയ ശിവഗിരിക്ക് മുകളിലെ തീമേഘങ്ങൾ എന്ന ലേഖനവും. എ.കെ. ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് നടന്ന സംഭവം കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ ഒരു ചർച്ചയ്ക്കിടെ ഉയർന്നു വന്നത്. ഇതോടെ അന്നത്തെ മുഖ്യമന്ത്രി എ.കെ. ആന്റണി വാർത്താസമ്മേളനം നടത്തി. എന്നാൽ അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്നതിന് ധാരാളം തെളിവുകൾ ചൂണ്ടിക്കാട്ടാനാവും. ഹൈക്കോടതി വിധിയുടെ പേര് പറഞ്ഞ് പോലീസിനെ ശിവഗിരിയിലേക്ക് അയക്കുമ്പോൾ ആന്റണിക്ക് പല കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു. വേണ്ടിവന്നാൽ വെടിവയ്പ് വരെ നടത്താനുള്ള നിർദ്ദേശവും പോലീസിനുണ്ടായിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന കാര്യത്തെയാണ് ആന്റണി ഇടപെട്ട് വലിയ കോലാഹലമാക്കിയത്. ശിവഗിരിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്ക് മുമ്പ് പലതരത്തിലുള്ള വിധികളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും നടപ്പാക്കാൻ സാധിച്ചിട്ടുമില്ല. അത്തരത്തിൽ ശിവഗിരി വിധിയിൽ കോടതി അലക്ഷ്യം ഉണ്ടാകുമെന്നല്ലാതെ ഇത്രത്തോളം കോളിളക്കം ഉണ്ടാക്കുന്ന സംഭവത്തിലേക്ക് പോകുമായിരുന്നില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ വേണ്ടത്ര ജാഗ്രതയോടെ ഇടപെടേണ്ട സന്ദർഭം ഇത്രത്തോളം വഷളാക്കിയത് ആന്റണിയായിരുന്നു. യാതൊരുവിധ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും ആന്റണി തയ്യാറായില്ലെന്ന് മാത്രമല്ല, RSSന്റെ ചട്ടുകമായി തീരുകയായിരുന്നു. ശ്രീനാരായണ ധർമ്മസംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വാമി പ്രകാശാനന്ദയുടെ പക്ഷം വിജയം നേടിയിരുന്നു. എന്നാൽ എതിർപക്ഷമായ ശാശ്വതികാനന്ദ ഭരണം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പകരം സ്വാമി പ്രകാശാനന്ദയുടെ പക്ഷത്തുള്ള സന്യാസിമാരെ രാജിവയ്പ്പിച്ചു. ഇതോടെ വിജയിച്ച പാനലിന് ഭൂരിപക്ഷം കുറഞ്ഞു. ഇത് ചൂണ്ടിക്കാട്ടി ശാശ്വതികാനന്ദ ആറ്റിങ്ങൽ കോടതിയിൽ കേസ് കൊടുത്തു. എന്നാൽ കോടതി ഈ ഹർജി തള്ളി. തുടർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ജഡ്ജി ബാലസുബ്രഹ്മണ്യത്തിന് മുന്നിലാണ് ഹർജി എത്തിയത്. തുടർന്ന് നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രകാശാനന്ദയ്ക്ക് ഭരണം ഏറ്റെടുക്കുന്നതിനുള്ള സൗകര്യമൊരുക്കാൻ കോടതി നിർദ്ദേശിച്ചു. പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇതിനുവേണ്ടി ഉപയോഗിക്കാമെന്നും വിധിയിലുണ്ടായിരുന്നു. ഈ വിധി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആന്റണിയും വിശദമായി പരിശോധിച്ചിരുന്നു. പോലീസ് ശിവഗിരിയിൽ കയറിയാൽ ഒരു വിഭാഗം സന്യാസിമാർ അത് തടയുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിനിടെ കലാകൗമുദി പത്രാധിപർ എം.എസ്. മണി വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എ.കെ. ആന്റണിയെ സമീപിച്ചു. അതുവരെ യാതൊരു അനിഷ്ട സംഭവവും ഉണ്ടാകരുതെന്നും എം.എസ്. മണി ആവശ്യപ്പെട്ടിരുന്നു. മധ്യസ്ഥ ചർച്ച കഴിയുന്നതുവരെ പോലീസ് ശിവഗിരിയിൽ കയറില്ലെന്ന് ആന്റണി എം.എസ്. മണിക്ക് ഉറപ്പ് നൽകി. എന്നാൽ ആന്റണി ഇവിടെ ഡബിൾ ഗെയിം കളിച്ചു. ആന്റണി എം.എസ്. മണിയോട് മധ്യസ്ഥ ചർച്ച നടത്താൻ പറയുന്നതിനൊപ്പം കൊല്ലത്ത് നിന്നും ഒരു സംഘം പോലീസിനെ ശിവഗിരിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സംഭവം നടന്നത് അർദ്ധരാത്രിയോടെയായിരുന്നു. ഇതിനിടെ പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യം എം.എസ്. മണിയെ അറിയിച്ചു. അന്ന് രാത്രി ശിവഗിരിയിൽ പോലീസ് കയറുമെന്നും പ്രകാശാനന്ദയെ അധികാരം ഏറ്റെടുക്കുന്നതിൽ നിന്ന് തടയുന്നവരെ ഏത് വിധേനയും ഒഴിപ്പിക്കുമെന്നും ഒരുപക്ഷെ വെടിവയ്പ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ എം.എസ്. മണിയെ അറിയിച്ചത്. ഇതറിഞ്ഞ് എം.എസ്. മണി മുഖ്യമന്ത്രി ആന്റണിയുമായി വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ അങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ലെന്നും മധ്യസ്ഥ ചർച്ച നടക്കട്ടെ എന്നുമാണ് ആന്റണി എം.എസ്. മണിയോട് പറഞ്ഞത്. അപ്പോഴേക്കും പോലീസ് സംഘം ശിവഗിരി വളഞ്ഞിരുന്നു. അതേസമയം ശാശ്വതികാനന്ദ പക്ഷം ശ്രീനാരായണ ഗുരുദേവ സമാധി മന്ദിരത്തിലും പ്രകാശാനന്ദ പക്ഷം ശാരദാ മഠത്തിലുമായി സമരമൊരുക്കുകയായിരുന്നു. പോലീസ് നേരെ കയറി ചെന്നത് മഹാസമാധിയിലേക്കായിരുന്നു. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പോലീസിനെ സ്വാമിമാർ തടഞ്ഞു. ഇതോടെ പോലീസ് അക്രമം അഴിച്ചുവിട്ടു. സ്വാമിമാർക്ക് പുറമെ ശിവഗിരിയിലെ വിശ്വാസികളായ നാട്ടുകാരും ഉണ്ടായിരുന്നു അവിടെ. പോലീസിൻ്റെ നരനായാട്ടിൽ സ്വാമിമാർക്കും നാട്ടുകാർക്കും ഗുരുതരമായ പരിക്കേറ്റു. അതിനിടെ സമാധി മന്ദിരത്തിന് നേരെയും പോലീസിൻ്റെ ആക്രമണം ഉണ്ടായി. യഥാർത്ഥത്തിൽ ശിവഗിരി മഠം ഒരു വിഭാഗം സന്യാസിമാരുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കാൻ RSS തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പ്രകാശാനന്ദ പക്ഷത്തെ വിജയിപ്പിച്ച് ഭരണത്തിലെത്തിച്ചത്. ഇത് മനസ്സിലാക്കിയാണ് ശാശ്വതികാനന്ദ ഭരണം കൈമാറാൻ തയ്യാറാകാതിരുന്നത്. എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു മാതൃകാ സ്ഥാപനമായ ശിവഗിരിയെ ഒരു രാഷ്ട്രീയ പാർട്ടി പിടിച്ചെടുക്കുന്നതിന് എന്ത് വില കൊടുത്തും തടയുക എന്നതായിരുന്നു ശാശ്വതികാനന്ദ പക്ഷത്തിൻ്റെ ലക്ഷ്യം. ഇക്കാര്യം പിന്നീട് എം.എസ്. മണി തന്നെ ലേഖന പരമ്പരയായി എഴുതിയിട്ടുമുണ്ട്. ആ ലേഖനങ്ങൾ ഏറെ വിവാദമാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ RSS ശിവഗിരി മഠത്തെ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറി. ശിവഗിരിയിൽ പോലീസ് കയറുമെന്നും അങ്ങനെയെങ്കിൽ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് അന്നത്തെ സർക്കാരിനെതിരെയും ശാശ്വതികാനന്ദയ്ക്കെതിരെയും സമരം ചെയ്ത് മഠത്തിനെ പിടിച്ചെടുക്കുക എന്നതായിരുന്നു RSS നീക്കം. ഇതെല്ലാം അക്കമിട്ട് നിരത്തിയാണ് എം.എസ്. മണി കലാകൗമുദി ലേഖനം എഴുതിയത്. അക്രമം നടന്നതിൻ്റെ അടുത്ത ദിവസം ഇറങ്ങിയ കൗമുദി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ കോളം ഒഴിച്ചിട്ടാണ് എം.എസ്. മണി പ്രതിഷേധിച്ചത്. അതിൻ്റെ അടുത്ത ദിവസം ഇറങ്ങിയ പത്രത്തിൽ ആന്റണിയുമായി ഇനി കൂട്ടില്ല എന്ന എഡിറ്റോറിയലും എഴുതിയിരുന്നു. ഒരു നിമിഷത്തെ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിക്കാവുന്ന ഒന്നായിരുന്നു ശിവഗിരിയിലെ വെടിവയ്പ്. കോടതി ഉത്തരവിൽ പോലീസിൻ്റെ ഏത് സംവിധാനവും ഉപയോഗിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് പോലീസിനെതിരെ വെടിവയ്പോ ആക്രമണമോ ഉണ്ടായാൽ
വെടിവെക്കാമെന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ കൃത്യമായി എ കെ ആൻ്റണി മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടാണ് പോലീസിനെ അവിടേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ ആൻ്റണി RSSന് ഒരു ഉപകരണമായി മാറുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താൻ നിരപരാധിയാണെന്നാണ് ആൻ്റണി പറയുന്നത്. കോടതി വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരായ സർക്കാർ അതുമാത്രമാണ് ചെയ്തത്. എന്നാൽ പോലീസ് അവിടെ എത്തിയ ശേഷം നടന്നത് ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണെന്നും താൻ അതിൽ നിരപരാധിയാണെന്നും ആൻ്റണി പറയുന്നു. എന്നാൽ ശിവഗിരിയിൽ അരുതാത്തത് നടക്കുമെന്ന് കൃത്യമായി അറിയുന്ന ആളായിരുന്നു ആൻ്റണി.